യെസ്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കൃഷിയിലോട്ട് താല്പര്യമൊക്കെയുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുന്നംകുളം ടൗണിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൂഫ് ടോപ്പിൽ കുറച്ച് ഹീറ്റൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് എനിക്കിങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ സാധാരണ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ വള്ളികളും ഇലകളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ അത് കൊഴിഞ്ഞ് ആകെ ഡ്രെയിനേജ് എല്ലാം ബ്ലോക്കാവും. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു സാധനം നോക്കിയപ്പോൾ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടാണ് മനസ്സിലായത്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി നമ്മളിങ്ങനെ ഇതുവരെ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ്. റൂഫ് ടോപ്പിൽ ചെയ്യാറുണ്ടെങ്കിലും ഈ തകര ഷീറ്റിൻ്റെ മേലെ നമ്മളിപ്പോൾ റെയിന് മഴവെള്ളം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് അതിൻ്റെ മേലെ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കിയത്. അത് സംഗതി സക്സസ് ആണ്. നമ്മളിപ്പോൾ ഇത് ചെടി വെച്ചിട്ട് ഏകദേശം ഒരു 7 മാസമായി ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ചെയ്തിട്ട്. അതിപ്പോൾ 7 മാസം ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് ഫ്രൂട്ട് പൊട്ടിക്കാനെല്ലാം പറ്റി. നല്ല ഭയങ്കരമായിട്ട് ഗ്രോത്താണ് ഇതിന്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് കുറച്ചുകൂടി ഇത് വ്യാപിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഈ ബിൽഡിങ്ങിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ടൗണിലൊക്കെ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യണമെങ്കിൽ ഇത്രയും സ്ഥലം തന്നെ നമുക്ക് മേടിച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് വരില്ല. റൂഫ് ടോപ്പിൽ ചെയ്യുമ്പോൾ അത്രയും എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഏതായാലും സ്ഥലം നമ്മളിവിടെ ഉണ്ട്, റൂഫ് ടോപ്പ് ഉണ്ട്, നല്ല സൺലൈറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ഉള്ളതാണല്ലോ റൂഫിൽ. ഇതിന് ഷെയ്ഡുകളൊന്നുമില്ല. അതുതന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് ആവശ്യം. നല്ല വെയിലാണ് ആവശ്യം. അപ്പോൾ അത് സക്സസ് ആണ്. ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് ഇത്. കുറച്ച് എഫേർട്ട് ഉണ്ട്, പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ നല്ല സക്സസ് ആണ്. എന്താണ് ഈ ചെറിയ ഒരു ബക്കറ്റിൽ വെച്ചിട്ടുള്ളത്? ഇതിന് ഒരുപാട് മണ്ണൊക്കെ വേണ്ടേ? നമുക്ക് ചെറിയ ബക്കറ്റിലും ചെയ്യാം, വലുതിലും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാൻ കാരണം ഇതിപ്പോൾ റൂഫ് ടോപ്പിൽ നമ്മൾ ഷീറ്റിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് വെയിറ്റ് നമുക്ക് കൊടുക്കുന്നത് ശരിയല്ല. ഇവിടെ കാറ്റും മറ്റുള്ളതൊക്കെ വരുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ചെറിയ ബക്കറ്റിൽ നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇതിന് മണ്ണ് നമ്മൾ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആകെ 25% മണ്ണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പോട്ടി മിശ്രിതം, ചകിരിനാര്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം പോട്ടി മിശ്രിതം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബക്കറ്റ് വളരെ വെയിറ്റ് കുറവാണ്. പിന്നെ വളങ്ങൾ അതിൽ ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ചെടിക്ക് ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ വെള്ളം തന്നെ നമ്മൾ വീക്കിലി ഒരു ടൈമൊക്കെ അതിന് നനച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാ ദിവസവും ഇല്ല. അതിന് നമ്മളിവിടെ ട്രിപ്പിംഗ് ഇട്ടിട്ടുണ്ട്, ടൈമറും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് അത് വീക്കിലി ഒരു ടൈം അതിന് വെള്ളം കിട്ടും. അപ്പോൾ പോട്ടി മിശ്രിതം അധികം ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഫ്രൂട്ടുകളൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഏകദേശം 600-700 ഗ്രാം എല്ലാം വെയിറ്റുള്ളതാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളെ ഫ്രൂട്ടൊക്കെ എടുക്കൽ കഴിഞ്ഞിപ്പോൾ ഫസ്റ്റ്, ഇപ്പോൾ സെക്കൻഡ് ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. ഈ ടയറോ? ഈ ടയർ വെച്ചില്ലെങ്കിലേ ഈ ചെടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ഡയറക്റ്റ് ഉണ്ടായിട്ട് ഇത് ഒടിഞ്ഞു പോകും. ഈ വെയിറ്റ് വരുമ്പോൾ ഈ ഫ്രൂട്ട് പറഞ്ഞാൽ ഏകദേശം 1 കിലോൻ്റെ അടുത്ത് വെയിറ്റ് വരും. ആ സമയത്ത് ഇത് ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോകാതിരിക്കാൻ ഇതിവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടയർ വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ. ഈ പച്ച ഫ്രൂട്ട് ഇത്ര വലിയ ഫ്രൂട്ട് ആവണേ, അതും റെഡൊക്കെ ആയിട്ട്. അതെ, ഇത് ഇതുപോലെ പൂവിടും. അപ്പോൾ പച്ച കളറാവില്ലേ. പിന്നെ ഇത് കുറേ ദിവസം കഴിഞ്ഞാൽ ഒരു 30 days 28 days ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ട് പഴുക്കും. അത് പഴുത്തിപ്പോൾ നമുക്ക് പൊട്ടിക്കേണ്ട സമയമായി. അപ്പോൾ ഈ സമയമായിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ റെഡ് കളറായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കും. കേട്ടോ, പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ നല്ല ഇതിൽ കിട്ടും നമുക്ക്. വാവ്, ഇതായി പിടിച്ചോ. ഇങ്ങനെ വരും. എന്നത് 30 days ഇത്രയാവും. അതായത് ഒരു 1 kg ഒക്കെ ഉണ്ടാവും. ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ കളർ പോവില്ല. അപ്പോൾ ഡിസ്റ്റൻസ് വെച്ചോട്ടോ. ഓക്കെ. അപ്പോൾ ഇത് അയച്ചു വാ, പിടിക്കേ. ഇതാണ് ഡാഡി എന്നും കൊണ്ടുവന്ന് തരാറില്ലേ വീട്ടിലേക്ക്. അത് ഇതിന് ഡ്രസ്സിലാക്കരുത്, എടുത്ത് കഴിക്കാൻ നിങ്ങൾക്ക് ഡാഡി മുറിച്ച് തരാം. ഉണ്ട് നോക്കട്ടാ. വാ, കഴിച്ചു നോക്കിയേ. ഇതാ ഡാഡി മുറിച്ച് തരാം. ഡ്രസ്സിലാവും, ഡാഡി മുറിച്ച് തരാം. ആ സൂപ്പർ. നല്ല മധുരല്ലേ? യെസ്, എനിക്കറിയാം. മധുരം നോക്കി നീൻ്റെ. പിന്നെ നമ്മളെ ഇതിനുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കള വരുന്ന പ്രശ്നമുണ്ടല്ലോ. സാധാരണ ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ താഴത്തൊക്കെ കാണാം നമുക്ക്. കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് കള വന്ന് അതിന് തന്നെ ഒരാൾ നിൽക്കണം. പിന്നെ ഇതിൻ്റെ വളങ്ങളെല്ലാം ഈ കള വലിച്ചെടുക്കും. അപ്പോൾ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. റൂഫ് ടോപ്പിൽ വേറെ എവിടെ നിന്നും കളയൊന്നും വരാനില്ല. നമ്മൾ പോട്ടി മിശ്രിതം വെച്ചു. ആ പോട്ടി മിശ്രിതത്തിൽ അത് സാധനം വളരുന്നു. അതല്ലാതെ വേറെ അതിൽ കളകൾ വരുന്ന അങ്ങനെ വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ മറ്റുള്ള മറ്റുള്ള ശല്യങ്ങളൊന്നും വരാനില്ല ഇവിടെ റൂഫ് ടോപ്പിലായതുകൊണ്ട്. കിളികൾ തന്നെ അവിടെ അപൂർവമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് കൊത്തുന്ന. അത്രയും നമ്മൾ പൊട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഓവർ പഴുപ്പായി കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോവും. അപ്പോഴൊക്കെയാണ് കിളികൾ കൊത്തുന്നുള്ളൂ. എന്താ വെച്ചാൽ ഇതിൻ്റെ തൊണ്ട് കുറച്ച് കനമുള്ളതായതുകൊണ്ട് തന്നെ ആയിരിക്കും. അങ്ങനെ പക്ഷികളൊന്നും അത് ഭക്ഷിക്കാൻ വരുന്നില്ല അധികമായിട്ട്.
അതൊരു നല്ലൊരു സംഭവമാണ് റൂഫ് ടോപ്പിൽ ചെയ്താൽ. അഡീഷണൽ ഒരു പൈപ്പ് കാണുന്നത് മോമാലി ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ പൈപ്പ് വരുന്നത് ഇത് ട്രിപ്പ് ഇറിഗേഷന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് മഴ വന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മളിത് 6 മാസമായിട്ട് ഓൺ 4 മാസമായിട്ട് ഇത് ഓൺ ചെയ്തിട്ടില്ല. ഇനി അതൊരു ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണത്. അതായത് വീക്കിലി ഒരു 3 ടൈം വെള്ളം ഇതിന് കിട്ടും രാവിലെ. അതിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം സെറ്റാണ്, നമ്മൾ വെള്ളം ഒഴിക്കാനൊന്നും റൂഫിലേക്ക് കയറേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പൈപ്പ് വരുന്നത് ഇതിൻ്റെ ഡ്രെയിനാണ്. അതായത് ഇതിപ്പോൾ ഒരു ഷീറ്റിൻ്റെ മെറ്റൽ ഷീറ്റിൻ്റെ മേലെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വെള്ളം ഇതിൻ്റെ മേലെ വീഴുമ്പോൾ പ്രത്യേകിച്ച് ഇതിൽ വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് ഷീറ്റ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഡ്രെയിൻ പൈപ്പ്. ഇതിൽ നിന്ന് നേരെ ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് നേരെ ഇതിൻ്റെ അടുത്ത ഫ്ലോറിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ ഡ്രം വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രമ്മിലേക്കാണ് ഈ വെള്ളം കളക്ട് ചെയ്യുക, ഈ ട്രിപ്പിൽ വരുന്ന വെള്ളം. ആ വെള്ളം തന്നെയാണ് നെക്സ്റ്റ് ഡേ ഇത് ടൈമർ വഴി ഇതിലോട്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിലുള്ള ന്യൂട്രിയൻസ് എല്ലാം അതിലേക്കാണ് കളക്ട് ചെയ്യുന്നത്. അത് തന്നെ വീണ്ടും ഇതിലോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എപ്പോഴും വളം ചേർക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഇത് കാരണം ഈ റൂഫ് ടോപ്പിൽ വെള്ളം വീഴുന്നിട്ട് എന്തെങ്കിലും തുരുമ്പെടുക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ കടയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ മേടിക്കാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു ടേസ്റ്റും ഇല്ല വെള്ളമായിട്ട്. നമ്മളിവിടെ എന്താ ഇത്ര ടേസ്റ്റിങ് സ്പെഷ്യലായുള്ളത്? മോനെ ബെന്ന അത് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മളിതിൽ പ്രത്യേകിച്ച് കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കാറില്ല. നമ്മളിപ്പോൾ ഇത് വെച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പോട്ടി മിശ്രിതം യൂസ് ചെയ്തിട്ടുണ്ട്, കോഴിവളം യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ കെമിക്കൽസും അങ്ങനെ രാസവളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇത് നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട് ഇവിടെ. സൺലൈറ്റ് കിട്ടിയാൽ തന്നെ എല്ലാ പഴങ്ങളും നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം മാങ്ങ തന്നെ ഉണ്ടാകുമ്പോൾ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ കുറയും. നല്ല വെയിലുള്ള സമയത്ത് അതിന് നല്ല മധുരം ഉണ്ടായിരിക്കും. അങ്ങനെയുണ്ട്. പിന്നെ നമ്മളിവിടെ ഇത് ഇപ്പോൾ 3 എണ്ണം ഒരു സ്റ്റെമ്പിൽ തന്നെ 3 എണ്ണം വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ഇത് 5 എണ്ണം വരെ ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 6-7 മാസമായിട്ടുള്ളത് വെച്ചിട്ട് 5 എണ്ണം വരെ ഇതുപോലെ ഉണ്ടായി കണ്ടിട്ടുണ്ട്. ഇത് അതിലും കൂടുതലുണ്ടാകുന്നുണ്ട് പല സ്ഥലത്തൂട്ടാ. പക്ഷേ ഇത് നല്ല റെഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് അമേരിക്കൻ ജൈൻറ്റ് എന്നുള്ളൊരു സംഭവമാണ് വെച്ചിട്ടുള്ളത്. 1/4 കിലോനൊക്കെ ഓരോന്ന്. ഇപ്പോൾ 3 എണ്ണമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കുറയാറുണ്ട്. അതല്ല 1 എണ്ണം 2 എണ്ണമൊക്കെ ആണെങ്കിൽ ഒരു 600-700 ഗ്രാം 800 ഗ്രാം വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നല്ല സ്വീറ്റാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെല്ലാം നമ്മൾ കഴിക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജാണ് ഈ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് സെക്കൻഡ് സ്റ്റേജ്. ഇത് കഴിഞ്ഞാൽ അടുത്തത് ഫ്ലവർ ആവും. അപ്പോൾ ആ ഫ്ലവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 28 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ സാധനം നമുക്ക് കഴിക്കാനുള്ള റെഡ് കളറായിട്ട് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 500-600 ഗ്രാം എല്ലാം ആയിട്ട് ഇത് വലിയ പഴമായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. വളരെ ഫാസ്റ്റായിട്ട് ഇത് ഗ്രോ ആണ് ഇതിൻ്റെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ തണ്ടും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 7 മാസത്തെ വളർച്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഈൽഡ് കിട്ടും. അതുമാതിരി ഇത് കംപ്ലീറ്റ് ഈ സാധനം ഇതിൻ്റെ ഇരട്ടി ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും നെക്സ്റ്റ് ഇയറൊക്കെ ആകുമ്പോഴത്തേന്. പിന്നെ മോമാലി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഈ കൃഷി സ്ഥലം ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളത്, ഈ റൂഫ് ടോപ്പിൽ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഈ നീറ്റ്നെസ്സും ക്ലീൻനെസ്സും കണ്ടില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞൊരു 2 മാസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ എൻ്റെ ബിസിനസ്സായിട്ട് ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ തിരിച്ചു വന്നത് ഒരു 4 ദിവസമായിട്ടുള്ള വന്നിട്ട്. ഇപ്പോഴും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. ഇവിടെ നീറ്റ്നെസ് ഉണ്ട്, എനിക്ക് വന്ന് ഫ്രൂട്ട് പൊട്ടിച്ച് തിന്നാം, എല്ലാം ക്ലിയറാണ് ഇവിടെ. പക്ഷേ ഇതേ സെയിം തന്നെ നമ്മളുടെ കൃഷി താഴെ ഉണ്ട്, ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കൃഷി. അതിൻ്റെ കാര്യം നിൽക്കും, കംപ്ലീറ്റ് വള്ളികളെല്ലാം കയറി ആകെ ഒരു കൂലി വെച്ച് കഴിഞ്ഞാൽ പോലും ആ തോട്ടം മൊത്തം നാശമാവും. അത് വെട്ടുമ്പോഴും ഇതാക്കുമ്പോഴെല്ലാം ഒന്നും ഇതാവില്ല. ഒരുപാട് കളകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്കത് അങ്ങോട്ട് പോകാൻ തന്നെ ഭയമാവും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട്. വെച്ചാൽ മൊത്തം പാമ്പും മറ്റുള്ള ജീവികളെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം എപ്പോഴും ഇതേ നീറ്റ്നെസ്സിൽ നിൽക്കും. നമ്മളെപ്പോഴും വന്നാലും നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് എനി ടൈം കയറി വന്ന് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ലേബർ കോസ്റ്റ് എല്ലാം ഇല്ല. 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഏത് കാലാവസ്ഥയിലും ഇതേപോലെ ഉണ്ടാവും. താഴത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം കാട് പിടിച്ച് ആകെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷേ ഈ റൂഫ് ടോപ്പിൽ ചെയ്യുമ്പോഴുള്ള ഗുണം ഇതാണ്. ആ നീറ്റ്നെസ്സും ആ ക്ലാരിറ്റിയും എപ്പോഴും ഉണ്ടായിരിക്കും നമുക്ക്. നമുക്ക് മറ്റുള്ള കൃഷിയൊക്കെ ചെയ്തൂടെ? മറ്റെന്ത് കൃഷി? മറ്റേ കുറേ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഇല്ലേ? വെണ്ട, മാങ്ങ, പൈനാപ്പിൾ, എന്താ ചെയ്ത പ്രശ്നം? ഹൈസമേ അത് നമുക്ക് ചെയ്യാൻ പറ്റും, കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എന്താ വിഷയിച്ചത് റൂഫ് ടോപ്പാണ്. റൂഫ് ടോപ്പ് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയ റൂഫ് ടോപ്പ് നല്ലത്. ഈ മെറ്റൽ ഷീറ്റിൻ്റെ മേലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു പ്ലാറ്റ്ഫോമിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ ചെടികളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്ക ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മിളക് കൃഷി ചെയ്യാം, ഒക്കെ ചെയ്യാം.
കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് എഫർട്ട് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ ഡെയിലി ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട, ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരും. മറ്റേതാകുമ്പോൾ അതിൻ്റെ ഇലകളും മറ്റതെല്ലാം ഇവിടെ ഈ റൂഫിൽ കൊഴിയുമ്പോൾ അതെല്ലാം ഡെയിലി ക്ലീൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റമൊക്കെ ബ്ലോക്കായി, ബിൽഡിങ്ങിൻ്റെ മേലെ ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കൂടുതൽ നമുക്ക് പണികളാണത്. ഇതാകുമ്പോൾ ഇതിന് ഇലകളൊന്നുമില്ല, ഈ സാധനം റൂഫിൽ കൊഴിയില്ല, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ മറ്റുള്ള കൃഷികൾ ചെയ്യാം. അത് ഇതിൻ്റെ ഇടയിൽ ചുമ്മാ ഇതുപോലെ ചട്ടിയിൽ വെച്ച് കൊടുത്താൽ നമുക്ക് മിളകോ വെണ്ടയ്ക്കൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിവിടെ സ്റ്റാഫുകളുണ്ട്, പണിക്കാരുണ്ട്, അവരോട് നോക്കാൻ പറഞ്ഞാൽ അവർ നോക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ആലോചിക്കാം, ചെയ്യാവുന്നതാണ്, വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ അത് നോക്കേണ്ടത് മെയിൻ ഇവിടെ ഈ എന്താ പറയുക, അതിൻ്റെ വേസ്റ്റുകളും ഇലകളൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡെയിലി നോക്കണം. ഇതാകുമ്പോൾ പിന്നെ ഇല കൊഴിയാനൊന്നുമില്ല, ഇതൊന്നും കൊഴിയില്ല. ഈ സാധനം ഫ്രൂട്ട് മാത്രം പൊട്ടിച്ചാൽ മതി. പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. അവർ മിക്ക ദിവസം നമ്മളെ ബിൽഡിങ്ങിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ നേരെ മേലെ വന്ന് കുറേ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പൊട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അവർക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര സന്തോഷമാണ്.